നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. MLA ഫണ്ടിൽ നിന്നും 5.5 കോടി രൂപ വിനിയോഗിച്ച BMBC നിലവാരത്തിൽ നവീകരിച്ച ചേലക്കര പരക്കാട് റോഡ് പണി പൂർത്തിയായി ദിവസങ്ങൾക്കകം തകർന്നു. ജനങ്ങളുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും 2.5 വർഷത്തെ കാത്തിരിപ്പിനുമൊടുവിൽ നിർമ്മിച്ച 3.5 കിലോമീറ്റർ റോഡാണിപ്പോൾ വീണ്ടും ദുരിതത്തിലായിരിക്കുന്നത്. മല്ലന്റെ കയറ്റമെന്നറിയപ്പെടുന്ന ഭാഗത്താണ് ടാറിംഗ് വീണ്ടും കീറി ഇളകി മാറിയത്. അമിതഭാരം കയറ്റിയെത്തിയ ടോറസ് ലോറി ഇറക്കത്തിൽ ബ്രേക്ക് ചെയ്തതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രാഥമികമായി പറയപ്പെടുന്നുണ്ടെങ്കിലും നിർമ്മാണത്തിലെ അഴിമതിയാണ് യഥാർത്ഥ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഗവൺമെന്റിന്റെ മൂലയിൽ നിന്ന് പരക്കാട് സെന്റർ വരെയുള്ള കറുവക്കടവ് റോഡ് ടാറിംഗ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞ പോലെ വിളിച്ച വന്ന് കാറ് തള്ളിപ്പോയിട്ടുണ്ട്. അമിതഭാരം കയറ്റി വരുന്ന 12 വീലും 16 വീലും ടോറസുകൾ അമിതഭാരം കയറ്റി പോവുകയും അവരെ ആരും ഉദ്യോഗസ്ഥന്മാരാരും അവരെ നിയന്ത്രിക്കാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ്. ഇവിടെ പല വ്യക്തികളും ഈ 2.5 വർഷക്കാലം ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പൊടിയുടെ ശല്യം കാരണം ആരും ഈ റോഡ് പണി തടഞ്ഞിട്ടില്ല. അതാണ് ഈ റോഡ് പണി പഴയ ടാറിന് മുകളിൽ കൂടെ തന്നെ പുതിയ ടാറ് ചെയ്തിട്ട് ഈ റോഡ് ഇങ്ങനെ ഈ രീതിയിൽ പണിയാൻ കാരണം. അതുപോലെ താഴെ ഇതിൻ്റെ സൈഡ് ഹെഡ്ജ് അവർ കോൺക്രീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഹെഡ്ജും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. 5.5 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് വെച്ച റോഡാണിത്. അതിൽ 2 കോടി രൂപയോളം ചിലവാക്കിയിട്ടുണ്ടോയെന്ന് വരെ സംശയമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് കാശില്ല, കോറിക്കാരെ മറ്റോ കൊടുത്തിട്ടാണ് റോഡ് പണിതിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് ഈ റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇനി അടുത്ത അന്തിമകാവ് വേല വരുന്നുണ്ട്. ആ വേലയോടനുബന്ധിച്ച് ഇനി ഇവിടെ എത്ര അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല. റോഡിൻ്റെ സൈഡ് ഹെഡ്ജ് നിൽക്കുന്നതുകൊണ്ട് പല 2 വീലറും വീണിട്ടുള്ള സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു. നിലവിലുണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കാതെ അതിനു മുകളിൽ റീടാറിംഗ് നടത്തിയതാണ് റോഡ് പെട്ടെന്ന് തകരാൻ ഇടയാക്കിയതെന്ന് പ്രദേശവാസിയും കോൺഗ്രസ് പ്രവർത്തകനുമായ കുഞ്ഞുമോൻ ചൂണ്ടിക്കാട്ടി. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. ഇതുമൂലം റോഡിന്റെ വശങ്ങൾ ഏതാണ്ട് 1.5 അടിയോളം ഉയർന്നു നിൽക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വശങ്ങൾ ഇടിഞ്ഞു താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. റോഡ് കൂടുതൽ നശിക്കുന്നതിനു മുൻപ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. CCV ന്യൂസ്, ചേലക്കര.